ഈ യാത്ര ഹാമിൽട്ടണിലെ ടിഫാനി ഫോൾസ് കാണാനുള്ളതാണ്. ഹാമിൽട്ടൺ ശരിക്കും വാട്ടർഫോൾ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവിടെ ഏകദേശം 150 പരം വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഈ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടത്തിന് 21 അടി ഉയരമാണ് ഉള്ളത്. അപ്പോൾ ആക്ച്വലി ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു ടിഫാനി ഫോൾസ് എന്ന പേര് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നത് അവിടെ ആദ്യ കാലഘട്ടത്തിൽ, എനിക്കൊന്നു 19-ാം നൂറ്റാണ്ടിൽ വന്ന് ആൻകസ്റ്റർ റീജിയണിൽ വന്ന് സെറ്റിൽ ചെയ്തൊരു ഡോക്ടറാണ് ഒലീവർ ടിഫാനി. അപ്പോൾ ആ വ്യക്തിയോടുള്ള ആദരസൂചകമായിട്ടാണ് ആ വാട്ടർഫോൾസിന് ടിഫാനി എന്നുള്ള പേരിട്ടേക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഹൈപ്പായിരുന്നു ഈ വിൻ്റർ ടൈം ഈ ടിഫാനി ഫോൾസ് കാണാൻ വേണ്ടി. കാരണം മൊത്തത്തിൽ ഫ്രോസണായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ ഇങ്ങനെ ഫ്രോസണായിട്ടുള്ള ഇതിൽ നമുക്ക് നടന്നു പോകാം. പക്ഷേ ഞങ്ങളിപ്പോൾ പോയത് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിരുന്നു. ജനുവരിയിൽ പോയതാണ്, പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി ലേറ്റായി. അപ്പം ആ ടൈം ഏകദേശം ഐസായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പോയ ടൈം. എന്നാൽ പോലും കാണാൻ അടിപൊളിയായിരുന്നു. നമ്മൾ ഫ്രോസണായിട്ട് ഇങ്ങനെ അത് ഐസ് ഇങ്ങനെ കാണാൻ വേണ്ടി നല്ല രസമായിരുന്നു. ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ 2 കിലോമീറ്റർ അത്ര ഉള്ള ട്രെയിലിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തും. കുറേ ദൂരമൊന്നും നടക്കാനില്ല വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ. അപ്പം നല്ലൊരു വ്യൂ ആയിരുന്നു. വിൻ്റർ ടൈം പോകാൻ ഇഷ്ടമുള്ളവർക്ക് ശരിക്കും പോകാം. അതല്ലാതെ സ്പ്രിങ്ങിലും അവിടെ അതായത് നോർമൽ വെള്ളച്ചാട്ടത്തിൻ്റെ ടൈം അങ്ങനെയും പോയിട്ട് കാണാം. പക്ഷേ വിൻ്ററിൽ അതിൻ്റേതായ ഭംഗിയുണ്ട്, സ്പ്രിങ്ങിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. അപ്പം ഞങ്ങളൊന്ന് പോയി ജസ്റ്റ് ആ ഒരു വ്യൂ ഒക്കെ ഒന്ന് കണ്ടു. കുറച്ച് ഫോട്ടോസൊക്കെ ഒബ്വിയസ്ലി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു, ഇച്ചിരി വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു. അപ്പം പോകാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു ടൈം പോയിട്ട് കാണാനുള്ളത് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഇതാണ് ടിഫാനി ഫോൾസ്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.